നമസ്തേ, എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ എല്ലാ അംഗനവാടിയിലും കിട്ടുന്ന ഒരു ഐറ്റമാണ് അമൃതം പൊടി. മക്കളൊക്കെ അമൃതം പൊടി കുറുക്കി കൊടുത്താലൊന്നും കഴിക്കാൻ ഇഷ്ടപ്പെടില്ല. പക്ഷേ ഈ ഐറ്റം ഉണ്ടാക്കി കൊടുത്താൽ എല്ലാ മക്കളും കഴിക്കും. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏത് മക്കളും ചോദിച്ച് വാങ്ങി കഴിക്കുന്ന ഒരു സാധനമാണ് അമൃതം പൊടി ഉണ്ട. ഈ അമൃതം പൊടി ഉണ്ട ഉണ്ടാക്കാനുള്ള വിധം ഞാൻ പറഞ്ഞു തരാം. ആദ്യം ഒരു കടായി അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടാകുന്ന സമയത്ത് ആവശ്യത്തിനുള്ള അമൃതം പൊടി തട്ടി കൊടുക്കുക. നന്നായിട്ട് അമൃതം പൊടി ചൂടായി അതിൻ്റെ പച്ചച്ചുവ എല്ലാം മാറുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് അതിൻ്റെ പച്ചച്ചുവ എല്ലാം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ആ സമയത്ത് നല്ല ഒരു മണം ഈ അമൃതം പൊടിയിൽ നിന്നും പുറത്തോട്ട് വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള നാളികേരം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ അമൃതം പൊടിയിൽ ഈ നാളികേരവും ഒരുമിച്ച് ചൂടാക്കി അമൃതം പൊടിയും നാളികേരവും ഒരുമിച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുമ്പോൾ ഈ അമൃതം പൊടിയിലോട്ട് നാളികേരത്തിൻ്റെ പാല് കയറി പിടിക്കുകയും നല്ല ടേസ്റ്റ് കൂടുകയും ചെയ്യും. അതിനുശേഷം നമുക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് ആ മാവ് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ നമുക്ക് കുറവാണെങ്കിൽ ശർക്കരപ്പാനി കുറവാണെങ്കിൽ പിന്നെയും ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ട് കൈകൊണ്ട് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ അതിൽ വെള്ളം കുറവാണ് ശർക്കരപ്പാനിയുടെ അളവ്. പിന്നെയും നമുക്ക് അത് ശർക്കരപ്പാനി ഉപയോഗിച്ച് മാവിലോട്ട് വെള്ളം കൂട്ടി അത് നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പാകത്തിനുള്ള ശർക്കരപ്പാനി ഉപയോഗിച്ച് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. ഈ സമയത്ത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുന്നതാണ്. ഇവിടെയുള്ള മക്കൾക്ക് ഏലക്കയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ ഈ സമയത്ത് ഏലക്കാപ്പൊടി ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ മാവിലോട്ട് ശർക്കരപ്പാനിയുടെ അളവ് നോക്കിയിട്ട് ഇത് നന്നായിട്ട് ശർക്കരപ്പാനി കുഴച്ചെടുക്കുമ്പോൾ നമ്മളുടെ കയ്യിൽ വെച്ച് ഉരുള ആക്കാൻ പറ്റുന്ന അത്രത്തോളം ശർക്കരപ്പാനി ചേർത്തതിന് ശേഷം ഈ മാവ് എല്ലാം ഒരുമിച്ചാക്കി ഇപ്പോൾ മുക്കാലോളം ആയിക്കഴിഞ്ഞു. ഇതിലോട്ട് ശർക്കരപ്പാനിയുടെ അളവ് കറക്റ്റായി. ഇനി നമുക്ക് ഉണ്ട ഉരുട്ടിയെടുക്കുമ്പോൾ ഇതേ ലെവലിൽ കിട്ടും. ചായയുടെ കൂടെയോ കോഫിയുടെ കൂടെയോ ഇതിൽ ഏതിൻ്റെ കൂടെ ഉപയോഗിച്ചാലും വളരെ ടേസ്റ്റാണ്. ഇതുവരെ എൻ്റെ ചാനൽ കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.